ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ക്യൂട്ട് മൂവീനെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ലാപ്പത്ത ലേഡീസ് എന്ന മൂവി. ഈ മൂവി നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാൻ സാധിക്കും. ഈ മൂവി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അമീർ ഖാൻ ടീമാണ്. അമീർ ഖാൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ടീമാണ്. അവരുടേതിനേക്കാൾ മുമ്പത്തെ മൂവീസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാവാറുണ്ട് എപ്പോഴും ആ മൂവീസിന്. പിന്നെ ഇത് ഡയറക്റ്റ് ചെയ്തത് കിരൺ റാവു ആണ്. കിരൺ റാവുവിനേക്കാളും മുമ്പ് ധോബിക്കാട്ടാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ധോബിക്കാട്ട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഡ്രാമ ജേണറിൽ വരുന്ന പടമായിരുന്നു. പക്ഷേ ഇത് രസമായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. നല്ല ക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ട്നെസ്സാണ്. ഈ മൂവി കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, നല്ല ഫീൽ ഗുഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു മൂവിയാണ് ലാപ്പത്ത ലേഡീസ്. അപ്പോൾ നമുക്ക് ഈ മൂവിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഈ മൂവിയുടെ ട്രെയിലർ കാണുമ്പോൾ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. സ്പോയിലേഴ്സ് അധികം പറയണില്ല. ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിലൊരാൾക്ക് കല്യാണം കഴിഞ്ഞു വൈഫിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വഴിയിൽ വെച്ചിട്ട് വൈഫിനെ മിസ്സായി പോകുന്നത്, മാറിപ്പോകുന്നു വൈഫിനെ. എന്നിട്ട് വേറൊരാളുടെ വൈഫിനെയാണ് കൊണ്ട് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കഥയാണ്. അപ്പോൾ 2 ലേഡീസിൻ്റെ കല്യാണം, പിന്നെ അതിൽ നായകനുണ്ട്. അങ്ങനെ രസകരമാണ് ഇതിലെ ഓരോ ഇവൻറ്റ്സും കാണാൻ. നിങ്ങൾ ഈ പൊതുവേ ഈ പറഞ്ഞ പോലെ പഞ്ചായത്ത് സീരീസൊക്കെ കാണണമെങ്കിൽ ഒരു ഗ്രാമീണ ഏരിയയിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അവരുടെ ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടാവും. നമുക്ക് പ്രോപ്പർ ഹിന്ദിയൊന്നുമില്ല, പക്ഷേ സബ് ടൈറ്റിലും ഹിന്ദിയും എല്ലാം യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സ്റ്റോറിയേ ഉള്ളൂ. സിമ്പിൾ സ്റ്റോറിയാണ്. കുറച്ച് ഹ്യൂമർ എലമെൻറ്റ്സും നല്ല ഫീൽ ഗുഡ് എലമെൻറ്റ്സും രസമാണ് ഈ മൂവി കണ്ടുകൊണ്ടിരിക്കാൻ. ഈ മൂവിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ മെസ്സേജൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാളും ഗംഭീര മെസ്സേജസ് നൽകുന്ന മലയാളം മൂവീസ് ഉണ്ട്. പക്ഷേ ഇതിലും നല്ല രസമായിട്ട് ഒരു ഫ്ലോയിലാണ് സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്നത്. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ആക്ടേഴ്സാണ് എനിക്കൊന്നും പറയാനില്ല, നല്ല രസമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ സ്പർശ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് അതിലൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. സ്പർശിൻ്റെ ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്യൂട്ട്നെസ് നമുക്ക് ഫീൽ ചെയ്യുക. ആളുടെ ആ ക്യാരക്ടർ, ആൾക്ക് ജസ്റ്റ് റീസെൻ്റ്ലി മാരീഡ് ആണ്, അധികം പ്രായമില്ല. അവൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അവൻ ഇംഗ്ലീഷ് പറയാൻ അറിയാവുന്ന വേർഡ്സ്, അവൻ അതിൽ ഐ ലവ് യു പറയുന്നൊരു സീനുണ്ട്. ഒരു രക്ഷയില്ല, രസമാണ് ആ സീനൊക്കെ. ഭയങ്കര ആക്ട് ചെയ്തതൊക്കെ നമുക്ക് ശരിക്കും കണ്ടുകൊണ്ടിരിക്കും, നമുക്ക് തന്നെ ഒരു സ്മൈൽ വന്നു പോകും. അതുപോലത്തെ ഒരു രീതിയിലാണ് ആ സീനും എടുത്തേക്കുന്നത്. അത് അവൻ ആക്ട് ചെയ്തേക്കുന്നതും അതിന് റെസ്പോണ്ട് ചെയ്തത് പുള്ളിക്കാരൻ്റെ വൈഫായിട്ട് അഭിനയിച്ച പുള്ളിക്കാരിയും റെസ്പോണ്ട് ചെയ്തത് നല്ല രസമായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത് ആ സീൻസൊക്കെ. ഇതിൽ ക്യാരക്ടേഴ്സ് എല്ലാവരും അടിപൊളിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ ലാപ്പത്ത ലേഡീസ് 2 പേര് അവരും രസമായിട്ട് തോന്നി. പക്ഷെ ചിലയിടങ്ങളിൽ എനിക്ക് തന്നെ ഒരു കോൺട്രാസ്റ്റ്, മേക്കപ്പ് എല്ലാം കൊണ്ട് അറിയില്ല, മേ ബി കല്യാണം കഴിഞ്ഞ് വരുന്ന വഴിയായതുകൊണ്ടാണെന്ന് തോന്നുന്നു മേക്കപ്പ് കുറച്ച് ഇതായിട്ട് ഇരിക്കുന്നത്, കോൺട്രാസ്റ്റ് പോലെ ചെറുതായിട്ട് തോന്നി. പക്ഷെ എന്നാലും സംഭവം അടിപൊളിയായിട്ടാണ് അവർ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ സൈഡ് റോൾസായിട്ട് ചെയ്തിരിക്കുന്നത്, അതിൽ സ്റ്റേഷനിൽ ഒരു പുള്ളിക്കാരിയുണ്ട്, അത് അടിപൊളിയാണ്. റെയിൽവേ സ്റ്റേഷനിലെ പുള്ളിക്കാരി. പിന്നെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പോലീസ് ഓഫീസർ, അത് അടിപൊളിയായിട്ട്. ആളുടെ ഇൻ്റർവ്യൂ ഞാൻ അതിൽ കണ്ടിരുന്നു. അയാൾ അതിൽ പാൻ കഴിക്കുന്ന ആളാണ്. ആൾ പറയുന്നത് ഈ മൂവി ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഏകദേശം 160 പാൻ കഴിച്ചിട്ടുണ്ടെന്ന് പറയണേ. പിന്നെ ഒറ്റ സീനുണ്ട് ഇതിൽ, ഒരു സ്റ്റേഷനിലൊരു സീനുണ്ട്, ഈ ജയ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ അടുത്ത് സംസാരിക്കുന്ന ഷോട്ട്, അത് പല ആംഗിളിൽ എടുത്തു എന്നൊക്കെ പറയണം. അപ്പോൾ ആ ഷോട്ടിൽ ഏകദേശം ആൾ പറയണ 32 പാനാണ് കഴിച്ചതെന്ന് പറഞ്ഞ്. അപ്പോൾ അത്രയ്ക്ക് ആൾ എഫേർട്ടും ഇട്ടിട്ടുണ്ട്. പക്ഷെ നല്ല രസമായിട്ടാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമീർ ഖാൻ പറയണ്ടായിരുന്നു, ഈ മൂവിയിൽ കിരണിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ആ റോള് അമീർ ഖാനിന് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അറ്റ് ലാസ്റ്റ് രവി എന്നാണ് ആ പുള്ളിക്കാരൻ്റെ പേര്, രവിക്ക് ഈ ക്യാരക്ടർ കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് നന്നായി തോന്നുന്നു. അമീർ ഖാനായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ച് ബാധ്യതയായിരുന്നു ഡയറക്ടറിന്. രവി ചെയ്തപ്പോൾ ഒരു രക്ഷയില്ല, നല്ല രസമായിട്ടാണ് ആൾ ആ കോമഡി എലമെൻറ്റ്സും കാര്യങ്ങളും ചെയ്തത്. നമുക്ക് അമീർ ഖാൻ അത് ചെയ്തെങ്കിൽ അമീർ ഖാൻ അത് എങ്ങനെ ചെയ്യുമെന്ന് നമുക്കറിയാം. ആളത്രത്തോളം ഡിഫറെൻ്റായിട്ട് ട്രൈ ചെയ്യുമെന്ന് എനിക്ക് സംശയമാണ്. നമുക്ക് ഊഹിക്കാവുന്ന എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അമീർ ഖാൻ്റെ സൈഡിൽ നിന്ന് കിട്ടുക. പിന്നെ ഒരു ബാധ്യത, ഒരു സ്റ്റാർഡമിൻ്റെ ഒരു ബാധ്യത അവിടെ ഉണ്ടാവും. പിന്നെ നമുക്ക് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഫാക്ടർ വരും അമീർ ഖാൻ അഭിനയിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ മാറ്റി രവി എടുത്തത് വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഒരു നെഗറ്റീവ് ഫാക്ടർ ഉള്ളവരെന്ന് പറഞ്ഞാൽ അത് മാർക്കറ്റിംഗ് ഭാഗത്ത് ശരിക്കും തന്നെ ബാധിച്ചു. ശരിക്കും പറഞ്ഞാൽ രവിയുടെ സ്ഥാനത്ത് അമീർ ഖാനാണെങ്കിൽ കുറച്ചുകൂടി പുഷ് കിട്ടിയതിനെ, മാർക്കറ്റിൽ നന്നായിട്ട് കളക്ഷൻ നേടിയതിന് എന്നെനിക്ക് തോന്നി. പിന്നെ ഉള്ളത് ഇതിലെ നായകൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര ക്യൂട്ടായിട്ട് അഭിനയിച്ചു. ആളുടെ ഇതിനേക്കാളും മുമ്പത്തെ ഒരു നെറ്റ്ഫ്ലിക്സിലെ സീരീസ് ഉണ്ട്, അതിൽ അടിപൊളിയാണ് ആൾ. അപ്പോൾ അതിൽ നിന്നാണ് ആൾക്ക് ഇതിലേക്ക് ചാൻസ് കിട്ടിയത്.
ഇതിൽ വന്നപ്പോഴും ഒരു രക്ഷയില്ല, ഭയങ്കര ക്യൂട്ടായിട്ടാണ് ആൾ അഭിനയിച്ച് തീർത്തതാണ്. പിന്നെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ കാണിക്കുന്ന കുറേ പേരുണ്ട്. പിന്നെ കുറേ കാരിക്കേച്ചേർഡ് ക്യാരക്ടേഴ്സാണ്. അവൻ്റെ ഷേപ്പും അതൊക്കെ അവർക്ക് കൊടുത്തേക്കുന്ന രീതി, ഹെയർ സ്റ്റൈൽസ് എല്ലാം, ഈവൻ കൂട്ടുകാർക്ക് കാണിക്കുന്നതും സ്റ്റേഷനിലുള്ള ക്യാരക്ടേഴ്സ്, ഇതെല്ലാം ഒരു കാരിക്കേച്ചേർഡ് ക്യാരക്ടേഴ്സായിട്ട് കാണിക്കുന്നത്. അത് ശരിക്കും ആസ്വദിക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. ഭയങ്കര പ്രഡിക്റ്റബിളാണ് ക്ലൈമാക്സ്. അത്രയ്ക്ക് വലിയ നമ്മൾ അൺപ്രഡിക്റ്റബിൾ സാധനങ്ങളൊന്നും കാണിക്കില്ല, ഭയങ്കര പ്രഡിക്റ്റബിളാണ്. പക്ഷേ അത് നല്ല രസമാണ്, സോഫ്റ്റാണ്, ഭയങ്കര എന്താ പറയുക, ചബ്ബിയാണ്. അങ്ങനത്തെ ഒരു ക്ലൈമാക്സാണ് കൊടുത്തതാണ്. നല്ല ഫീൽ ഗുഡ് ക്ലൈമാക്സ്, അടിപൊളിയായിട്ടുണ്ട്. ടെക്നിക്കൽ കാര്യങ്ങൾ കൂടുതൽ പറയുകയാണെങ്കിൽ അതിൻ്റെ ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. ഡയറക്ഷനും അടിപൊളിയാണ്. ഏറ്റവും സൂപ്പർ എനിക്ക് മ്യൂസിക് ശരിക്കും പറഞ്ഞാൽ മൂവിക്ക് നല്ലൊരു പുഷാണ്. ശരിക്കും പറഞ്ഞാൽ അപ്ലിഫ്റ്റ് ചെയ്യാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂവീനെ ടുവേഴ്സ് ദ ക്ലൈമാക്സ് ഒക്കെ നല്ല രസമാണ്. മ്യൂസിക് അതിനെ ശരിക്കും അടിപൊളിയാക്കി എടുക്കുകയാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കാണണം ഈ മൂവി. കാണാൻ നല്ല മൂഡ്, നല്ല നമ്മളെ മനസ്സ് സന്തോഷിപ്പിക്കുന്ന ഫീൽ ഗുഡ് മൂവിയായിട്ട് കാണാൻ പറ്റാവുന്ന ഒരു അടിപൊളി മൂവിയാണ് ലാപ്പത്ത ലേഡീസ്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇനിയും ഇതുപോലെ റെക്കമെൻഡഡ് വീഡിയോസായിട്ട് വരും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.